ദേ ഈ കാണുന്ന ക്രിസ്മസ് ട്രീ ഉണ്ടല്ലോ, ഇത് ഞാൻ ഉണ്ടാക്കിയത് 2022 ഡിസംബറിലാണ് കേട്ടോ. ഇന്ന് ക്രിസ്മസ് ഒക്കെ അല്ലേ, എന്തേലും ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കിയാലോ? ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ മാത്രം സ്കെച്ചോ പെയിന്റോ ഒന്നും ഇപ്പം എൻ്റെ അടുത്തില്ല കേട്ടോ. തൽക്കാലം ഒരു ക്രിസ്മസ് കാർഡ് ഉണ്ടാക്കാം. വലിയ വലിയ സംഭവബഹുലമായ കാർഡൊന്നും എൻ്റെ അടുത്തുനിന്ന് ആരും പ്രതീക്ഷിക്കണ്ട കേട്ടോ. എളുപ്പവഴിയിൽ തന്നെ ഏതാണ് ഏറ്റവും എളുപ്പവഴി എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. വ്യക്തമായി പറഞ്ഞ ഒരു മടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് എൻ്റെ അടുത്തുനിന്ന് അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എൻ്റെ ഒരു ഇത്. പക്ഷേ തുടക്കത്തിലെ ഒരു ഇത് കണ്ടിട്ട് അങ്ങനെ ഒന്നിനും വിലയിരുത്താൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാൻ എനിക്ക് വേറെ ആരുടെയും സഹായം വേണ്ട, ഞാൻ തന്നെ മതി. ബൈ ദ വേ 2022 ക്രിസ്മസ് ട്രീ ആയതുകൊണ്ട് ഇപ്രാവശ്യമെങ്കിലും ക്രിസ്മസ് ട്രീ ഉണ്ടാവില്ല എന്ന് നിങ്ങൾ വിചാരിച്ചു കാണില്ലേ? ഒരിക്കലുമില്ല മക്കളെ, ഒരിക്കലുമില്ല. ക്രിസ്മസ് ട്രീ വിട്ടിട്ട് ഒരു കളിയില്ല. അങ്ങനെ അറിഞ്ഞും പറഞ്ഞും കുത്തി പറഞ്ഞിട്ട് ഒരു ക്രിസ്മസ് ട്രീ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെ ഉണ്ട് എൻ്റെ ക്രിസ്മസ് ട്രീ? കൊള്ളാലേ. ഇനി ഒരു മെറി ക്രിസ്മസ് എന്നും കൂടി എഴുതി കഴിഞ്ഞാൽ കാര്യം സെറ്റായി. എന്തൊക്കെ ചെയ്തിട്ട് ഒരു ഗുമ്മ അങ്ങോട്ട് കിട്ടണില്ല. ഒരു റെഡ് ബോർഡറും കൂടി ആയാലോ? എന്നാലും എന്തോ ഒരു കുറവ്. ഇപ്പൊ കറക്റ്റായി. ഒരു കാർഡിൽ പരിപാടികളെല്ലാം അങ്ങോട്ട് അവസാനിപ്പിക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ സത്യം പറയാലോ, എനിക്ക് ഫസ്റ്റ് ഉണ്ടാക്കിയ കാർഡ് അത്രയ്ക്ക് ഇഷ്ടമായില്ല. അപ്പൊ ഞാൻ ഒന്നും കൂടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ആദ്യത്തെ കാർഡ് ഉണ്ടാക്കിയതിന്റെ അത്ര എളുപ്പമല്ല ഈ കാർഡ് ഉണ്ടാക്കാൻ. കുറച്ച് കൈയാണെങ്കിൽ പണിയെടുക്കണം. ഞാൻ എപ്പോ പശ എടുത്താലും ഈ പശയുടെ അടുപ്പ് കാണാതാവും. നിങ്ങൾക്ക് ഉണ്ടോ അങ്ങനത്തെ പ്രശ്നം? BEd പഠിക്കുന്ന സമയത്ത് നേരമില്ലാത്ത നേരത്തെ ഓരോന്ന് കാണാതാവുമ്പോ വരുന്ന ദേഷ്യമുണ്ട്. അത്രയും നേരം എഴുതിക്കൊണ്ടിരുന്ന പേന കാണാതാവുക, പെൻസിൽ കാണാതാവുക ഒക്കെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാകും. എന്നാലും നമ്മുടെ കണ്ണിൽ അതൊന്നും പിടിക്കൂല. പിന്നെ ഞാനീ ഉണ്ടാക്കുന്ന ക്രിസ്മസ് കാർഡൊക്കെ വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടാണ് ഇട്ടുണ്ടാക്കണേ. കടയിൽ നിന്ന് കൊണ്ടുവരുന്ന കവറുകളും കല്യാണക്കത്തൊക്കെയാണ് ഞാൻ ഇതിന് ഉപയോഗിക്കണേ. പിന്നെ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മനസ്സിനും ഒരു സുഖം കിട്ടും. ചിത്രം വരയ്ക്കാനൊന്നും അറിയില്ലെങ്കിലും പണ്ട് തൊട്ടേ ഈ കളേഴ്സ് വെച്ചുള്ള പണികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ പാപ്പനും അച്ഛനൊക്കെ ഒരുപാട് ക്രയോൺസും സ്കെച്ച് പെന്നൊക്കെ എനിക്ക് വാങ്ങി തരാറുണ്ട്. പിന്നെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ വാട്ടർ കളറിലേക്ക് അപ്ഡേറ്റ് ആയത്. അന്ന് തൊട്ടേ ചിത്രം വരയ്ക്കാൻ വേണ്ടി മാത്രം ഒരു ബുക്ക് എനിക്കുണ്ടായിരുന്നു. അതിന്റെ അറ്റൊക്കെ എലി കയറുണ്ടെങ്കിലും അത് ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. ബുക്കിലുള്ള വരയൊക്കെ പോരാഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വീടിന്റെ ചുമരുമ്പിലായത്. എന്റെ റൂമിൽ മാത്രം വരയ്ക്കാനുള്ള അവകാശം എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിന് ഞാൻ അമ്മയുടെയും അച്ഛന്റെയും കയ്യിൽ നിന്ന് കുറച്ച് ചീത്തൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ എന്റെ കല്യാണമൊക്കെ ആയി വീടൊക്കെ പെയിന്റ് അടിച്ചപ്പോൾ ഞാൻ വരച്ചതൊക്കെ പോയി. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയാം, എന്റെ കല്യാണത്തിന് അല്ലാതെ ചില്ലറ പെയിന്റിങ് പരിപാടികളൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഒരു കല്യാണ പെണ്ണിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് കഷ്ടല്ലേ? പക്ഷെ ഞാനതൊക്കെ ഭയങ്കര ഇഷ്ടത്തോടു കൂടി ചെയ്താണ് കേട്ടോ. കഥ പറയണതിന്റെ ഇടയിൽ നമ്മുടെ ക്രിസ്മസ് കാർഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സ്നോമാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഏകദേശം അതേപോലൊക്കെ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇനിയിപ്പോ അത് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ആദ്യമൊക്കെ ക്രിസ്മസ് ട്രീ വലിയ ഇഷ്ടമൊന്നും ആയിണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എന്നെ പൊക്കാൻ ഞാൻ തന്നെ മതി എന്നാണ് കേട്ടോ. പ്ലം കേക്ക് ഇല്ലാതെ എന്ത് ക്രിസ്മസിലേ? അപ്പൊ കുറച്ച് പ്ലം കേക്ക് കൂടി ആവാം. അപ്പൊ ശരി, ഞാനത് കഴിച്ചു തീർക്കട്ടെ കേട്ടോ. ഹാപ്പി ക്രിസ്മസ്. ബൈ ബൈ.